ജീവിതത്തിൽ നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. പക്ഷേ ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് ലോകത്തിലെ നിരവധി വിജയികളെയും സാധാരണ ആളുകളെയും വേർതിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശസ്തമായ സെൽഫ് ഡെവലപ്മെന്റ് പുസ്തകമായ ഈറ്റ് ദാറ്റ് ഫ്രോഗിൽ ബ്രയാൻ ട്രേസി പറയുന്ന ഒരു പ്രധാന പാഠം ഇതാണ്: കൺസിഡർ ദ കോൺസിക്വൻസസ്. അതായത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, അതല്ലെങ്കിൽ ചെയ്യാതിരുന്നാൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന റിസൾട്ടിനെ വ്യക്തമായി മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് ഒരു വ്യക്തിയുടെ മികവിന്റെ അടയാളം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ലോങ് ടേം പെർസ്പെക്റ്റീവ് ഓർ ദീർഘവീക്ഷണം ഉണ്ടാവുക എന്നതാണ് ജോലിയിലും ജീവിതത്തിലും നിങ്ങളുടെ വിജയത്തിന് കാരണമാവുക. അങ്ങനെയുള്ളവർ ഭാവിയെപ്പറ്റി അത്ര ചിന്തിക്കാത്തവരെക്കാൾ ഏറ്റവും നല്ല തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത്. വിജയികൾക്ക് എപ്പോഴും വ്യക്തമായ ഒരു ഭാവി വീക്ഷണം ഉണ്ടായിരിക്കും. അവർ ഭാവിയിലെ 5, 10, 20 വർഷങ്ങളെക്കുറിച്ച് നന്നായി ചിന്തിക്കും. അതനുസരിച്ച് അവർ പ്രസന്റിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, സമയം വിനിയോഗിക്കും. നിങ്ങളുടെ ജോലിയിലും ജീവിതത്തിലും ലോങ് ടൈം ആയി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസന്റിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണനാക്രമത്തെക്കുറിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നാം ദിവസവും ചെയ്യുന്ന എല്ലാ ജോലികളും ഒരുപോലെ ഇമ്പോർട്ടന്റ് അല്ല. ചില ജോലികൾക്ക് വലിയ റിസൾട്ട്സ് ഭാവിയിൽ ഉണ്ടാകും, മറ്റു ചില ജോലികൾക്ക് ഒട്ടും വാല്യൂ ഇല്ല. വിജയികളായ ആളുകൾ ചെറിയ കാര്യങ്ങളിൽ സമയം കളയുന്നില്ല. അവർ ചിന്തിക്കുന്നു. അവർ ഒരു ജോലി തുടങ്ങുന്നതിന് മുൻപ് ഈ ഒരു കാര്യം സ്വയം ചോദിക്കും: ഈ ജോലി ചെയ്താൽ 1 വർഷത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ എന്ത് റിസൾട്ട് ഉണ്ടാകും? 5 വർഷത്തിന് ശേഷം എന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഇതൊരു ചെറിയ ചോദ്യം പോലെ നമുക്ക് തോന്നാം, പക്ഷേ ഈ ചോദ്യമാണ് അവരുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മണിക്കൂറുകൾ കളയുക. രണ്ടാമത്തെ ഓപ്ഷൻ, ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് പഠിക്കുക. ഫോൺ ഉപയോഗിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അതിന്റെ ലോങ് ടേം റിസൾട്ട് എന്താണ്? സമയം നഷ്ടപ്പെടും, പഠിക്കാനുള്ളവ പെൻഡിംഗ് ആകും, മാർക്ക് കുറയും, സെൽഫ് കോൺഫിഡൻസ് കുറയും. എന്നാൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് പഠിച്ചാലോ ഭാവിയിൽ നല്ല മാർക്ക്, നല്ല കോളേജ്, നല്ല കരിയർ ഇതൊക്കെ ലഭിക്കും. അതുപോലെ ഒരു വ്യക്തി തന്റെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ 2 വഴികളുണ്ട്. ഒന്ന്, ഈസി ആൻഡ് കംഫർട്ട് ലൈഫ്. 2, സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക. ഷോർട്ട് ടേമിൽ കംഫർട്ട് നല്ലതായി തോന്നാം, പക്ഷേ ലോങ് ടേമിൽ സ്കിൽസ് ആണ് ജീവിതം മാറ്റുന്നത്. അതുകൊണ്ട് അപ്പോഴുള്ള സന്തോഷത്തേക്കാൾ വിജയികൾ തിരഞ്ഞെടുക്കുക ഭാവി വിജയമാണ്. മിക്ക ആളുകളും ചെയ്യുന്ന ഒരു വലിയ തെറ്റിതാണ്. അവർ ഷോർട്ട് ടൈം പ്ലഷർ മാത്രം ചിന്തിക്കുന്നു, ഈസി ടാസ്ക് മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ സന്തോഷം തരുന്ന കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുക, ഇമെയിൽ ചെക്ക് ചെയ്യുക, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക. പക്ഷേ വലിയ ഇമ്പാക്ട് ഉള്ള ജോലികൾ അവർ പലപ്പോഴും മാറ്റിവെക്കുന്നു. എന്നാൽ വിജയികൾ ലോങ് ടൈം റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് നാളെ വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഒരു വിത്ത് നട്ടാൽ അതുടനെ വൃക്ഷമാകില്ല, പക്ഷേ ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ അതൊരു വലിയ വൃക്ഷമാകും. അതുപോലെ നിങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർമ്മിക്കുന്നു. ചെയ്തു തീർക്കാൻ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടാകും. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ തിരഞ്ഞെടുക്കും? ബ്രയാൻ ട്രേസി പറയുന്ന ശക്തമായൊരു ചോദ്യമുണ്ട്. സ്വയം ഇങ്ങനെ ചോദിച്ചു നോക്കൂ: എന്റെ സ്ഥാപനത്തിന്, എന്റെ കുടുംബത്തിന്, പൊതുവെ എന്റെ ജീവിതത്തിന് തന്നെ മെച്ചമുണ്ടാകാൻ ഞാൻ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെ? അവ തെരഞ്ഞെടുത്ത് ചെയ്യുക. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ഈ ചോദ്യം ചോദിക്കുക: ഇന്ന് ഞാൻ ചെയ്യുന്ന ഏത് ജോലി എന്റെ ഭാവിയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും? അത് ആദ്യം ചെയ്യുക. അതുപോലെ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട രണ്ടാമത്തെ ചോദ്യമാണ്: നന്നായി ചെയ്താൽ മെച്ചപ്പെട്ട ഫലം കിട്ടുവാൻ എനിക്ക് കഴിയുന്നത് എങ്ങനെ? അതിന് ഞാൻ എന്തു ചെയ്യണം? മൂന്നാമതായി സ്വയം ചോദിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്: വാട്ട് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ യൂസ് ഓഫ് മൈ ടൈം റൈറ്റ് നൗ? അഥവാ ഇപ്പോൾ എന്റെ സമയം ഏറ്റവും വിലപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ജോലി ഏതാണ്? ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിയും. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, കണ്ണുകൾ അടച്ച് ചിന്തിക്കൂ. 10 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെയായിരിക്കും? നിങ്ങൾ വിജയിച്ച ഒരാളായിരിക്കുമോ? നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ
ഞാൻ ഇനിയും കൂടുതൽ ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരാളാകുമോ? ചിന്തിക്കുക. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ബ്രയാൻ ട്രേസി പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് ലോങ് ടൈം തിങ്കിംഗ് ഇംപ്രൂവ്സ് ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിംഗ്. വിദ്യാർത്ഥികൾക്കൊരു പ്രധാന മെസ്സേജ്: നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ. ഇത് നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഭാവിയുടെ ഫൗണ്ടേഷൻ ആണ്. അതിനാൽ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക, ടൈം പ്ലാൻ ചെയ്യുക, ഡെയിലി പഠിക്കുക. പ്രധാനമായും എല്ലാവരും ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. 1. ലോങ് ടേം ഗോൾസ് എഴുതുക. 5 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെ എത്തണം. 2. ഫ്യൂച്ചർ തിങ്കിംഗ് ഡെവലപ്പ് ചെയ്യുക. ഭാവിയിൽ ഉണ്ടാകാവുന്ന ഫലങ്ങൾ ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക. 3. ഇമ്പോർട്ടന്റ് ടാസ്ക് ആദ്യം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ആദ്യം തന്നെ ചെയ്യുക. ജീവിതത്തിൽ ഈ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരൂ. ഏത് ജോലി തുടങ്ങുന്നതിന് മുൻപ് സ്വയം ചോദിക്കൂ, ഈ ജോലി എന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും? ഈ ചോദ്യം നിങ്ങളുടെ ഡിസിഷൻസ് മാറ്റും. പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഹാബിറ്റ്സ് മാറ്റും. അവസാനം നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ഓർക്കുക, ആർക്കും വിജയം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ശരിയായ തീരുമാനങ്ങൾ, ശരിയായ ശീലങ്ങൾ, ശരിയായ ചിന്തകൾ ഇവയുടെ ഫലമാണ്. അതുകൊണ്ട് ഭാവിയിൽ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കൂ. നിങ്ങളുടെ ജീവിതം വിജയകരമായി മാറും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ.